പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖാണെന്ന് എഴുതുന്നു. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയാം. ഇന്ന് ഏപ്രിൽ മാസം 30-ാം തീയതി അവസാന ദിവസമാണ്. ഏപ്രിൽ മാസത്തിന്റെ അവസാന ദിവസം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവമാണ് നമ്മെ കഴിഞ്ഞ നാളുകളിലൊക്കെ നയിച്ചത്, ഈ നിമിഷം നയിക്കുന്നത്, ഇനിയും നയിക്കേണ്ടതും ഒക്കെ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവമേ എൻ്റെ കരം പിടിച്ചുകൊള്ളണമേ, കഴിഞ്ഞതിനൊക്കെ തന്നതിനൊക്കെ നന്ദി. ഇനി പുതിയൊരു നാളേക്ക് വേണ്ടി നമുക്ക് നല്ല ഉത്സാഹത്തോടെ, സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങളാണ്. ഇന്നലെ 8-ാമത്തെ വചനമാണ് നാം കണ്ടത്. അവിടെ അവൻ ഭയന്ന മരങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ഒളിക്കുന്ന മനുഷ്യനെയാണ്. ഇന്ന് ദൈവം അവനോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം അവൻ കൊടുക്കുന്നു. അവനുള്ള അപകർഷതാബോധം, ഈ പാപം തരുന്ന ഒരു അപകർഷതാബോധമുണ്ട്. അത് അവനിൽ നിറയുന്ന ഒരനുഭവം നാം ഈ വചനത്തിൽ കാണുന്നു. വചനം ഇതാണ്: അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാ? നീ എവിടെയാ? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചത്. ഇതിനു മുമ്പ് ദൈവം അവൻ്റെ കൂടെ നടന്നതാണ്, കരം പിടിച്ച് നടന്നതാണ്, ഒരുമിച്ച് നടന്നതാണ്. അന്നൊന്നുമില്ലാതിരുന്നൊരു ഭയം, അന്നൊന്നുമില്ലായിരുന്നൊരു അപകർഷതാബോധം അവനിൽ ഉണ്ടാവുകയാണ്. എന്താണ്? പാപം ചെയ്തതിൻ്റെ അപകർഷതാബോധം. വളരെ വളരെ വലിയ അപകർഷതാബോധം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇന്ന് നിരാശയുടെ പടിയിൽ കഴിയുന്ന, അതായത് വിഷാദ രോഗത്തിൻ്റെ പിടിയിൽ കഴിയുന്ന അനേക മക്കൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. വിഷാദ രോഗത്തിൻ്റെ, ഇതൊക്കെ പാപത്തിൻ്റെ പരിണത ഫലമാണ് ഇങ്ങനെ വിഷാദ രോഗം. കാരണം ദൈവം നമ്മെ പ്രത്യാശയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് പറയുന്നത്: The Lord God called to the man and said to him, Where are you? He said, I heard the sound of you in the garden and I was afraid because I was naked and I hid myself. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചു. ആരാണ് നമ്മോട് പറയുന്നത്? നമ്മുടെ കുറവുകളെ പറ്റിയല്ല, നിറവുകളെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത്. കുറവുകളെ ഓർത്തുകൊണ്ട് മനസ്തപിക്കുകയും ദൈവം തരുന്ന നിറവുകളെ സ്വീകരിക്കുകയും പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ്നെസ് നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പോസിറ്റീവിനെ കുറിച്ചാണ്. തിങ്ക് അബൌട്ട് പോസിറ്റീവ്നെസ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളെക്കുറിച്ച് ചിന്തിച്ച് നന്മ ചെയ്ത് ജീവിക്കാനായുള്ള വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നാം പിടിക്കപ്പെടാം. ഭയം നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. അപകർഷതാബോധം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആമേൻ.